ഗോട്ട് ഇന്ത്യ ടൂറിന്റെ ഭാഗമായി ഇന്ത്യൻ മണ്ണിലിറങ്ങിയ ഫുട്ബോളിലെ നക്ഷത്രം മിശിഹ ലയണൽ മെസ്സി ഇന്ത്യയിൽ ഒരൊറ്റ സൗഹൃദ ഫുട്ബോൾ മാച്ചും കളിക്കാത്തതിന്റെ കാരണം എന്താണെന്ന സംശയം പലർക്കും ഉണ്ടാവാം. ഇന്ത്യയിലേക്കുള്ള മെസ്സിയുടെ ഈ രണ്ടാം വരവിൽ ഒറ്റ ഫുട്ബോൾ മാച്ചും കളിക്കാത്തതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനം മെസ്സിയുടെ ഇൻഷുറൻസ് കമ്പനി അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഫുട്ബോൾ ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: ലയണൽ മെസ്സിയുടെ ഇടതുകാലെന്ന്. ദൈവത്തിൻ്റെ സ്പർശമുള്ള ആ ഇടതുകാൽ മെസ്സി ഇൻഷുർ ചെയ്തിട്ടുണ്ട്, അതും 8150 കോടി എന്ന ഭീമമായ തുകക്ക്. ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഇൻഷുറൻസ് പോളിസിയും ഇതുതന്നെയാണ്. ലോക ഫുട്ബോളിലെ ചരിത്ര താളുകളിൽ ഇതുവരെ ഇല്ലാത്തതും ഭാവിയിൽ ഒരിക്കലും ഉണ്ടാവാനിടയില്ലാത്തതുമായ ചരിത്രം എഴുതി ചേർത്ത മെസ്സിക്ക് ഇതെല്ലാം സാധ്യമാക്കിയത് അദ്ദേഹത്തിൻ്റെ ഇടതുകാലുകളാണ്. ഭൂമിയിലുള്ള സകലതുമായി തുലാഭാരം നടത്തിയാലും താഴ്ന്നു തന്നെ നിൽക്കുന്ന മെസ്സിയുടെ ഇടംകാലിന് പരിക്കേറ്റാൽ അത് ലയണൽ മെസ്സിയിലെ അമാനുഷിക ശക്തിയെ ബാധിച്ചേക്കാം. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അങ്ങനെ സംഭവിച്ചാൽ അത് ഫുട്ബോൾ ലോകത്തിന് കനത്ത നഷ്ടമായിരിക്കും. ഇന്ത്യയിൽ സന്ദർശനത്തിനെത്തിയ മെസ്സി സൗഹൃദ മത്സരങ്ങൾ പോലും കളിക്കാത്തതിൻ്റെ കാരണവും ഈ ഇൻഷുറൻസ് പോളിസിയാണ്. മെസ്സിയുടെ ക്ലബ്ബ് മത്സരങ്ങളിലോ അർജന്റീനയ്ക്ക് വേണ്ടിയുള്ള ഇൻ്റർനാഷണൽ മത്സരങ്ങളിലോ പരിക്കേറ്റൽ മാത്രമാണ് ആ പരിക്ക് ഇൻഷുറൻസിൻ്റെ പരിധിയിൽ വരികയുള്ളൂ. മറ്റുള്ള സൗഹൃദ മത്സരങ്ങളിലോ പ്രദർശന മത്സരങ്ങളിലോ പരിക്കേറ്റാൽ ഇൻഷുറൻസിൻ്റെ പരിരക്ഷ ലഭിക്കില്ല എന്ന കാരണത്താലാണ് ഇന്ത്യയിൽ മെസ്സി ബൂട്ട് കെട്ടാത്തത്. മാത്രവുമല്ല, വേൾഡ് കപ്പ് വെളിപ്പാടകലെ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പരിക്കിൽ നിന്നെല്ലാം അകന്ന് പൂർണ്ണമായും വേൾഡ് കപ്പിന് വേണ്ടി സജ്ജമാവുക എന്ന ലക്ഷ്യം കൂടി മെസ്സിയുടെ മനസ്സിലുണ്ട്. ഇന്ത്യയിലേക്കുള്ള മെസ്സിയുടെ രണ്ടാം വരവാണിത്. 2011 അർജന്റീനക്കൊപ്പം ആദ്യമായി ഇന്ത്യയിലെത്തിയ ലയണൽ മെസ്സി കൊൽക്കത്തയിൽ വെനസ്വലക്കെതിരെ സൗഹൃദ മത്സരം കളിച്ചിരുന്നു. ആ മത്സരത്തിൽ അർജന്റീന 1 ഗോളിന് ജയിച്ച് കയറുകയും ചെയ്തിരുന്നു. ഇന്ത്യയിലേക്കുള്ള രണ്ടാം വരവിലും ലോക ഫുട്ബോളിലെ രാജാവിനെ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചത് കൊൽക്കത്തയ്ക്ക് തന്നെ. 2011 ബാഴ്സയിലും അർജന്റീനയിലും മിന്നുന്ന ഫോമിൽ കളിച്ചിരുന്ന മെസ്സി തന്നെയായിരുന്നു പ്രധാന ആകർഷണം. അന്ന് മെസ്സിയുടെ സമ്പാദ്യം വെറും 16 മേജർ ട്രോഫികൾ മാത്രമായിരുന്നു. മാത്രവുമല്ല, അർജന്റീനക്കൊപ്പം ഒരൊറ്റ ഇൻ്റർനാഷണൽ ട്രോഫി പോലും ഇല്ലാത്തവനെന്ന ചീത്തപ്പേരും മെസ്സിയെ വേട്ടയാടിയിരുന്നു. എന്നാൽ 2025 മെസ്സിയുടെ രണ്ടാം വരവിൽ ഫുട്ബോൾ ലോകത്ത് ഏറ്റവും ഡെക്കറേറ്റഡായ കളിക്കാരനായിട്ടാണ് മെസ്സിയുടെ വരവ്. വേൾഡ് കപ്പും കോപ്പ അമേരിക്ക ട്രോഫികളും ഉൾപ്പെടെ 48 മേജർ ട്രോഫികൾ എന്ന റെക്കോർഡിൻ്റെ തിളക്കവും മെസ്സിയുടെ തലക്ക് മുകളിലുണ്ട്. ഫുട്ബോളിൻ്റെ മിശിഹായെ ഒന്ന് നേരിൽ കാണുവാൻ ഇന്ത്യയിലെ താരങ്ങളുൾപ്പെടെ 10,000ങ്ങളായിരുന്നു എല്ലായിടത്തും എത്തിയിരുന്നത്.